ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP സ്കൂൾ അസിസ്റ്റൻ്റ് 2017 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിലെ റോട്ടാങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഡൂണുകൾ, നദി, പീഠഭൂമി, ചുരം. ഹിമാചൽ പ്രദേശിലെ റോട്ടാങ് താഴെ പറയുന്ന ഏത് ഭൂവിഭാഗത്തിൽ പെടുന്നു? ഉത്തരം വരുന്നത് ചുരമാണ്. റോട്ടാങ് പാസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ കുമയൂൺ ഹിമാലയം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന മണ്ണിനങ്ങളിൽ ലവണാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ലവണാംശം കൂടുതലുള്ള മണ്ണ് മരുഭൂമി മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ബ്രിട്ടൻ്റെ സഹായത്തോടെ സ്ഥാപിച്ചത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ജയ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 1884 പൂനെയിൽ സ്ഥാപിച്ച ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ പെടാത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? ആൻസർ ദീനബന്ധു മിത്രയാണ്. അപ്പോൾ 1884 പൂനെയിൽ സ്ഥാപിച്ച ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരാണ് GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. അപ്പം GG MG തിലക് എന്നുള്ള ഒരു ജീന്ന് എല്ലാത്തിലും വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് പഠിക്കാം. തിലക് ജി എന്നും കൂടെ നമ്മൾ കൂട്ടിക്കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്ത ക്വസ്റ്റ്യൻ, കാരാട്ട് ഗോവിന്ദ മേനോൻ പിൽക്കാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത്? കാരാട്ട് ഗോവിന്ദ മേനോൻ പ്രശസ്തനായത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഓപ്ഷൻ സി, ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ. ഉഷ്ണമേഖലാ കാലാവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചത് ഝാൻസി റാണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ 2 ഭാഗങ്ങളായി വിഭജിച്ച വർഷം താഴെ പറയുന്നവയിൽ ഏതാണ്? ബംഗാൾ വിഭജനം നടന്നത് 1905 ജൂലൈ 20 ഓപ്ഷൻ എ, 1905 ജൂലൈ 20. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം താഴെ പറയുന്നവയിൽ ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ്? മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് മങ്കട കൃഷ്ണവർമ്മ രാജ. മങ്കട കൃഷ്ണവർമ്മ രാജ. അടുത്ത ക്വസ്റ്റ്യൻ, 1789 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലക്കു വാങ്ങിയ കോട്ട താഴെ പറയുന്നവയിൽ ഏതാണ്? 1789 തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന രാജ കേശവദാസൻ ഡച്ചുകാരിൽ നിന്നും വിലക്കു വാങ്ങിയ കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ട. കൊടുങ്ങല്ലൂർ കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ താഴെ പറയുന്നവരുടെ കൂട്ടത്തിൽ ആരാണ്? ഹൂവർ പുരസ്കാരം നേടിയത് ഏഷ്യക്കാരൻ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന രാജ്യങ്ങളിൽ ഡോളർ ഔദ്യോഗിക നാണയമാകാത്ത രാജ്യം ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്
ഓപ്ഷൻ എ ഹോങ്കോങ്, ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി കാനഡ. അപ്പോൾ ഇതിൽ സ്വീഡനാണ് ഡോളർ ഔദ്യോഗിക നാണയമല്ലാത്ത രാജ്യം. മറ്റ് രാജ്യങ്ങൾ ഹോങ്കോങ്, ന്യൂസിലാൻഡ്, കാനഡ ഡോളർ ഔദ്യോഗിക നാണയമായിട്ടുള്ള രാജ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് മുദ്ര യോജന. ഓപ്ഷൻ ബി മുദ്ര യോജന. റിയോ ഒളിമ്പിക്സ് 2016 ഇത് അന്നത്തെ കറണ്ട് അഫെയർ ആണ്, ഇത് വേണ്ട. അടുത്തതും കറണ്ട് അഫെയർ ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നവയിൽ ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി 8.1%, 7.7%. അപ്പോൾ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 8.1%, നേടിയെടുത്ത വളർച്ചാ നിരക്ക് 7.7%. അടുത്ത ക്വസ്റ്റ്യൻ, അജന്ത ഗുഹകൾ ഏതു സംസ്ഥാനത്തിലാണ്? അജന്ത ഗുഹകൾ വരുന്നത് മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര. അടുത്തത്, ചേർച്ചയില്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഭവഭൂതി മുദ്രാ രാക്ഷസം, ഓപ്ഷൻ ബി ഭരതമുനി നാട്യശാസ്ത്രം, ഓപ്ഷൻ സി ശക്തിഭദ്രൻ ആശ്ചര്യ ചൂടാമണി, ഓപ്ഷൻ ഡി ഭാസൻ സ്വപ്നവാസവ ദത്തം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബിയും സിയും ഡിയും കറക്റ്റാണ്. ചേർച്ചയില്ലാത്തത് ഓപ്ഷൻ എ ഭവഭൂതി മുദ്രാ രാക്ഷസം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്നത് എന്ന്? 14 ബാങ്കുകൾ ആദ്യഘട്ടത്തിൽ ദേശസാൽക്കരിച്ചു. അത് 1969 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അടുത്ത ഘട്ടം 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലണ്ടനിൽ ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് 3 PM ആണെങ്കിൽ ഇന്ത്യയിൽ അപ്പോൾ സമയം? ലണ്ടനിൽ ക്രിക്കറ്റ് മത്സരം ആരംഭിക്കുന്നത് 3 PM ആണെങ്കിൽ ഇന്ത്യയിൽ അപ്പോൾ സമയം 8:30 PM. ഓപ്ഷൻ ഡി 8:30 PM. ഗ്രീനിച്ചിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണല്ലോ ഇന്ത്യൻ സമയം. അപ്പം അത് വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം? 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സ്വദേശാഭിമാനി. അടുത്ത ക്വസ്റ്റ്യൻ, ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് സ്ഥലമാണ്? 1916 മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. 1936. അടുത്തത് നോക്കാം. യുനെസ്കോയുടെ ആസ്ഥാനം? യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. ഓപ്ഷൻ ഡി പാരീസ്. അടുത്തത്, തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി? രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. അതേസമയം രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ്? 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ നിരയാണ് ആരവല്ലി. ആൻസർ വരുന്നത് ആരവല്ലി. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ്. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിരയാണ് ആരവല്ലി. അടുത്തത് നോക്കാം. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കിയത് ഇവിടെ നിന്നാണ്? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കിയത് ചെങ്കോട്ടയിൽ വെച്ചാണ്. ഓപ്ഷൻ ബി ചെങ്കോട്ട.
അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത്? ഗോദാവരിയാണ് ആൻസർ. ദക്ഷിണേന്ത്യൻ നദികളിൽ വലിപ്പത്തിലും നീളത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത് ഗോദാവരി. അടുത്തത് 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ? 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് കേളപ്പൻ, കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 246 വകുപ്പ് അനുസരിച്ച് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെടുന്ന ഇനം? കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെടുന്ന ഇനമാണ് വിദ്യാഭ്യാസം. 246 വകുപ്പ് അനുസരിച്ച് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെടുന്നത് വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 1917 നടന്നത്? 1917 ചമ്പാരൻ സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത്? ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് ഇ കെ നായനാർ. അടുത്തത്, താഴെ പറയുന്നവയിൽ ആദ്യം നടന്നത് ഏത്? ഇപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, മലബാർ കലാപം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലിൻ്റെ വർഷം 1891. അതിനുശേഷമാണ് ഈഴവ മെമ്മോറിയൽ 1896. പിന്നെ 1921 മലബാർ കലാപം. പിന്നെ നിവർത്തന പ്രക്ഷോഭം 1932 തോന്നുന്നു, അത് ഉറപ്പില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ. അപ്പം ഈ കൊടുത്തിട്ടുള്ളതിൽ അറബിക്കടലുമായി തീരം പങ്കിടാത്തത് അഫ്ഗാനിസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡൻ്റായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഇനി അന്തരീക്ഷത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജനും, ഭൂവൽക്കത്തിലാണെങ്കിൽ ഓക്സിജനുമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം? സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്വിതീയ വർണ്ണമാണ് മഞ്ഞ. പച്ച, നീല, ചുവപ്പ് ഈ 3 വർണ്ണങ്ങളും പ്രാഥമിക വർണ്ണങ്ങളാണ്. മഞ്ഞ ദ്വിതീയ വർണ്ണത്തിന് ഉദാഹരണമാണ്. അടുത്തത്, മനുഷ്യനേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത? മനുഷ്യനേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്. 1/16 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോക്സൈറ്റ് ഡാഷിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത്? വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. മലബാരി, ഓപ്ഷൻ ബി വെച്ചൂർ, ഓപ്ഷൻ സി ചെറുവള്ളി, ഓപ്ഷൻ ഡി സുനന്ദിനി. അപ്പം ഇതിൽ മലബാറിയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. അതൊരു ആടിൻ്റെ ഐറ്റമാണ്. ബാക്കിയുള്ളത് വരുന്നത് പശുവിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസാണ്. അടുത്ത് നോക്കാം, ജലത്തിൻ്റെ pH മൂല്യം ഡാഷാണ്. ജലത്തിൻ്റെ pH മൂല്യം 7 അടുത്തത്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ് ഉള്ളത് LPG, ബയോഗ്യാസ്, CNG, LNG. ഇതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ബയോഗ്യാസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഡാഷിനെ സൂചിപ്പിക്കുന്നു? മഞ്ഞ ത്രികോണം സൂചിപ്പിക്കുന്നത് കൂടിയ വിഷാംശം.
അടുത്ത ക്വസ്റ്റ്യൻ, പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? ആൻസർ എഥിലീനാണ്. ഓപ്ഷൻ എ എഥിലീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം? ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം 27 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ്. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്നത് ആൻറ്റിസെപ്റ്റിക്കുകൾ. ഓപ്ഷൻ ബി ആൻറ്റിസെപ്റ്റിക്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏത്? കൊതുകുജന്യമല്ലാത്ത രോഗം. ഓപ്ഷൻ എ മലമ്പനി, ഓപ്ഷൻ ബി മന്ത്, ഓപ്ഷൻ സി ടൈഫോയിഡ്, ഓപ്ഷൻ ഡി ഡെങ്കിപ്പനി. ഇതിൽ ടൈഫോയിഡ് മാത്രമാണ് കൊതുകുജന്യമല്ലാത്തത്. ടൈഫോയിഡ് ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഉൾപ്രേരകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ഡാഷ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് ഓപ്ഷൻ എ അന്തർവ്യാപനം. ആൻസർ വരുന്നത് അന്തർവ്യാപനം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തു. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഓപ്ഷൻ ഡി ഫോർമാൽഡിഹൈഡ്. ആൻസർ ഫോർമാൽഡിഹൈഡ്. ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്തൊരു